ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുറച്ചു നേരമായി നിന്റെ ഒരു സംശയത്തിന്റെ പേരില് ഈ കുട്ടിയെ നീ വേദനിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ശരിക്കും പറഞ്ഞാല് എല്ലാരും ഇവളോട് മാപ്പ് ചോദിക്കേണ്ടതാ. പാതിരാത്രിക്ക് ഒരു കൂട്ടര് ശബ്ദം കേട്ടു, വേറൊരുത്തി തെളിവ് കണ്ടുപിടിച്ചു. നാണോ ഇല്ലേ നിങ്ങൾക്കൊക്കെ? വരുൺ എസ്റ്റേറ്റിൽ ഇല്ല. ഇനി വരുൺ വേറെ എവിടെയെങ്കിലും പോയി എന്ന കഥ അമ്മയ്ക്ക് പറയാനുണ്ടോ? അവളുടെ ധൈര്യം ഒന്ന് നോക്കിയെത്തി. നമ്മളൊക്കെ എന്ത് സമാധാനത്തിൽ ഇതിനകത്ത് കിടന്നുറങ്ങുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്യുന്നവള് നാളെ നമ്മളെ കൊല്ലാൻ പോലും ആളെ ഇറക്കില്ലെന്ന് എന്താ ഉറപ്പ്? ഇനി നിനക്ക് കള്ളക്കഥകൾ എന്തെങ്കിലും പറയാനുണ്ടോ? നീ നിൽക്കുന്നതേ കണിമംഗലത്തിനകത്താ. ഈ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും നശിപ്പിക്കാൻ വേണ്ടി ഏതോ ഒരുത്തി ജനിപ്പിച്ചു വിട്ടതാണോടി നിന്നെ? ഇത്രയും കാലം നിന്റെ ജന്മത്തെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പൊ ഈ പ്രവൃത്തിയിലൂടെ നീ തെളിയിച്ചു നിന്നെ പ്രസവിച്ചവളുടെ യോഗ്യത. നേരെ ഒന്ന് വെളുത്തോട്ടെ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എടോ, താനൊന്നും കൊണ്ട് വന്നേ. എന്തിന് വരാൻ പറഞ്ഞില്ലേ? വാ വാ വാ. എന്താ സൂര്യ? ഇതാ നോക്ക്. ഒന്ന് പുറത്തിറങ്ങി നോക്കിട്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പോഴേക്കും തിടുക്കമായിരുന്നല്ലോ വിളിച്ചു പറയാൻ. അല്ല, അത് പിന്നെ താനേ ഇപ്പൊ തന്നെ അമ്മയെ വിളിക്കും. അപ്പൊ വരുന്ന ഇവിടെ നിന്ന് പറ. ഹലോ. ആ അമ്മ സൂര്യ, അമ്മ എന്തിനാ വരുണ്ണ അന്വേഷിച്ചത്? അന്വേഷിച്ചത് എന്തിനായാലും അവൻ അവിടെ ഇല്ലല്ലോ. അവൻ എന്റെ കൺമുമ്പിൽ തന്നെയുണ്ട്. അവൻ ഇവിടെ ഗസ്റ്റ് ഹൗസിന് മുമ്പിൽ നിന്നും എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നീ കള്ളം പറയണ്ട സൂര്യ. വരുണ്ണെ കാണാനില്ല എന്ന് പറഞ്ഞത് കൽപ്പനയല്ലേ? ഞാൻ കൽപ്പനയ്ക്ക് കൊടുക്കാം. അമ്മ കൽപ്പനയോടൊന്ന് ചോദിക്കും. പറ. കൽപ്പന, സോറി അമ്മ, വരുൺ ഇവിടെ ഉണ്ട്. അവൻ ഗസ്റ്റ് ഹൗസിന്റെ ഉമ്മറത്തായതുകൊണ്ട് ഞങ്ങളെ കണ്ടില്ല. ഇപ്പൊ ആരാ നിന്നെ വിളിച്ചത്? വരുൺ ഗസ്റ്റ് ഹൗസിൽ തന്നെ ഉണ്ട്. ഇപ്പൊ എല്ലാവരുടെ സംശയം മാറിയല്ലോ. അതോ ഇനി എന്തെങ്കിലും തെളിയിക്കാനുണ്ടോ? അമ്മ, ഇതിലെന്തോ ചതിയുണ്ട്. വരുൺ തന്നെ ഈ സമ്മാനം കൊടുത്തെന്നതിൽ എനിക്കൊരു സംശയമില്ല. ദേ നോക്ക്, കുറച്ചു നേരമായി നിന്റെ ഒരു സംശയത്തിന്റെ പേരില് ഈ കുട്ടിയെ നീ വേദനിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ശരിക്കും പറഞ്ഞാല് എല്ലാരും ഇവളോട് മാപ്പ് ചോദിക്കേണ്ടതാ. പാതിരാത്രിക്ക് ഒരു കൂട്ടര് ശബ്ദം കേട്ടു, വേറൊരുത്തി തെളിവ് കണ്ടുപിടിച്ചു. നാണോ ഇല്ലേ നിങ്ങൾക്കൊക്കെ?
രാധിക മോൾക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചതേ ഞാനാ. ഇനിയും നിനക്ക് സംശയമുണ്ടോ? ഉണ്ടെങ്കിലേ നാളെ രാവിലെ ഇത് വാങ്ങിച്ച സ്ഥലത്ത് നമുക്ക് ഒന്നിച്ചു പോവാം. അപ്പൊ നിന്റെ സംശയം മാറുമല്ലോ. മുത്തശ്ശി, എന്താ ഇവിടെ നടക്കുന്നത്? മനസ്സറിയാത്ത കാര്യത്തിന് ഞാൻ എന്തിനെങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത്? പോട്ടെ മോളെ, നമ്മള് ദൈവങ്ങൾക്ക് മുമ്പില് ചില വ്രതം എടുക്കാറില്ലേ, ചില ത്യാഗങ്ങൾ ചെയ്യാറില്ലേ? അതൊക്കെ അവസാനിക്കുന്നത് വലിയ ചില നന്മയിലേക്കല്ലേ? ഇതും അങ്ങനെ കൂട്ടിയാ മതി. ഇതും നിന്റെ നന്മയിലേ അവസാനിക്കും. മുത്തശ്ശി ആ ഗിഫ്റ്റ് വെച്ചെന്ന് പറയുന്നത് പച്ച കള്ളോ? വരും ഇന്നലെ അവിടെ വന്നിട്ടുമുണ്ട്, ചേച്ചിയുമായി കണ്ടിട്ടുമുണ്ട്. അതിന് കാവൽ നിന്നുകൊണ്ടാ മുത്തശ്ശി അങ്ങനെ ഒരു കള്ളം പറഞ്ഞ് ഒപ്പിച്ചത്. പക്ഷെ നീ പറഞ്ഞതൊന്നും ആരും വിശ്വസിച്ചിട്ടില്ലല്ലോ. വരുൺ എസ്റ്റേറ്റിൽ തന്നെ ഉണ്ടെന്ന് അവര് തിരിച്ചറിഞ്ഞില്ലേ? ആരെയാ വിശ്വസിക്കേണ്ടത്, ആരെയാ വിശ്വസിക്കേണ്ടാത്തത് ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല മുത്തശ്ശി. എല്ലാവരും എന്നെ ചതിക്കുക. ഇത്ര സന്തോഷത്തോടെ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോയത്, അവിടെ ഞാനൊരു ആയെ പോലെ ചേച്ചി കൂടെ നിർത്തി. എനിക്കിഷ്ടമുള്ളതെല്ലാം ഞാൻ ചെയ്യിച്ചു. ദേ, എന്റെ ഈ കാല് വരെ ഞാൻ തുടപ്പിച്ചു. എന്നിട്ട് അവിടെ എന്താ സംഭവിച്ചത്? എന്റെ സിനിമയില് ഞാൻ അഭിനയിക്കേണ്ട പാട്ട് ചേച്ചി പാടി. എല്ലാവരും പറയുന്നതനുസരിച്ച് ആ പാട്ട് ഹിറ്റാവുമെന്നാ തോന്നുന്നത്. അതുകൂടി കഴിയുമ്പോ എന്റെ ആഗ്രഹങ്ങളൊക്കെ തീരും. പിന്നെ ഞാൻ ഏതെങ്കിലും കയ്യിൽ ചാടി ചത്താലും മതി. അനാവശ്യം പറയാതിരിക്കേ. ഓർത്തിട്ട് ഒരു സ്വസ്ഥതയില്ല മുത്തശ്ശി. എനിക്ക് വേണ്ടി കണ്ണുമൂട്ടി നിൽക്കുന്ന ഒരേ ഒരാള് അത് മുത്തശ്ശി മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുന്നത്. മുത്തശ്ശി, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. എനിക്ക് മനസ്സമാധാനമായിട്ട് ഒന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. അല്ല, ശ്യാമ വലിയ പാട്ടുകാരിയല്ലേ? ശ്യാമ പാടുന്നതിന് പകരം ഇവളെങ്ങനെയാ പോയി പാടുന്നേ? എന്റെ മുത്തശ്ശി, ഈ ഫിദാ മേഡം ഇല്ലേ, ശ്യാമയുടെ വലങ്കെ, ആ അങ്ങനെയാണെങ്കിൽ ശ്യാമ മേഡത്തിനെ നിർബന്ധിച്ച് ഈ പാട്ട് പാടിക്കാൻ ചേച്ചി സെലക്ട് ചെയ്തതും ഈ ഫിദാ മേഡം തന്നെ ആയിരിക്കില്ലേ? ആയിരിക്കും. എനിക്കവളെ കണ്ണെടുത്ത കണ്ടൂടാ. 1-2 തവണ ആറ്റുവാശ്ശേരിയിൽ വന്നിട്ടുണ്ടല്ലോ. രാധിക മോളെന്ന പഞ്ചാര വാക്കും പറഞ്ഞുകൊണ്ട്. ആദ്യം നീ ചെയ്യേണ്ടത് ആ ഫിദാ മേഡത്തിനെയും രാധികയും തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതാ. അതെങ്ങനെയാ? ചേച്ചി എവിടെ ചെന്നാലും ഒട്ടിപ്പിടിക്കല്ലേ? വരുണിന്റെ മനസ്സിലായാലും ശരി, ഫിദാ മേഡത്തിന്റെ മനസ്സിലായാലും ശരി, ഇളക്കി പറിച്ചെടുക്കാൻ പറ്റണ്ടേ? അതെ, അവളെ കൊണ്ട് ഈ പാട്ട് പാടിപ്പിച്ച ആളെ നിനക്കറിയാവോ?